ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് നിഷ ടീച്ചറെ അക്കാദമിയിൽ അശോകൻ സാറിൻ്റെ ഒരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കളിക്കുന്ന ഞാൻ വെറുതെ എടുത്താണ്. സാറ് വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് എടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ഇരുന്നു. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സും എല്ലാം ഉണ്ടായിരുന്നു, പ്രിൻസിപ്പളും പിന്നെ കുറച്ച് സയൻസ് ടീച്ചറും മാത്സ് ടീച്ചേഴ്സും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അശോക് സാർ ഒരിക്കൽ വിളിക്കുമ്പോഴത്തേക്ക് തന്നെ സാർ റെഡിയായി. സോ അതിന് ഒരു ഗ്രേറ്റ് അപ്രീസിയേഷൻ. ഭയങ്കര തിരക്കിലുള്ള ഒരാളാണ്, നമുക്കറിയാമല്ലേ. നമ്മൾ പണ്ടേ അശോക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ സോ ഹൗ കമ്മിറ്റഡ് ഹി ഈസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. Actually, we got a chance that he is here to train us with construction painting. That itself is a great opportunity. So once again, I welcome you, sir. നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഒന്ന് ആരെല്ലാം വരക്കാനുള്ളവരൊന്നും നോക്കിയാൽ ഇപ്പൊ ക്ലാസ്സിലുള്ളവർ നിങ്ങളുണ്ടാ? അപ്പോൾ ഇപ്പം നടക്കാൻ പോകുന്നത് സെൽഫ് ഇൻട്രൊഡ്യൂസിങ് ആണ് കേട്ടോ. അപ്പോൾ മുമ്പാണെങ്കിൽ നമ്മൾ ക്ലാസ് പഠിക്കുമ്പോഴേ ഈ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ സെയിം അതേ അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് ഇന്നും. ഞാൻ എന്നോട് പരിചയപ്പെടുത്താൻ പറയുമ്പോൾ നമ്മളെ പണ്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഒരു മാറ്റമില്ല. ആദ്യം തന്നെ കുറച്ച് ഇതിൻ്റെ പിക്ചേഴ്സ്, അതായത് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. എങ്ങനെയാണ് നമ്മളെ ഒരു ചിത്രം എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിലേക്ക് കിടന്നത്. അതിൻ്റെ ഇടയിൽ ടീച്ചർ നമുക്ക് കുടിക്കാനുള്ള ജ്യൂസും പിന്നെ ലഡുവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്രഷ്, പെയിൻറ്റ്, പിന്നെ നമുക്കൊരു ചിത്രം വരയ്ക്കാനുള്ള ഒരു പേപ്പറും കൂടി കിട്ടി കേട്ടോ. പെയിൻറ്റിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറും കൂടി കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു വാനിഷിങ് അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പോയി. അതിനിടയിൽ നമ്മുടെ ഈ ജ്യൂസ് കുടിക്കലും ലഡു നിന്നെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ വാനിഷിങ് ഒരു ആർട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ വിചാരിക്കും ഇതെന്താ സംഭവം എന്ന് വിചാരിക്കും. ഈ ആർട്ട് ചിത്രം വരയ്ക്കാനൊന്നും തീരറിയാത്ത ഒരാളാണല്ലോ ഞാൻ. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്റ്റാർട്ടിങ് പോലെയാണ്. മുമ്പ് ചെറുപ്പത്തിലെല്ലാം ഞാൻ വരച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ടച്ച് വിട്ടിട്ട് കുറേ കാലമായി. പെൻസിൽ, ബ്രഷ് എല്ലാം കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് എത്രയോ കാലമായി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു നാളിൽ ചെയ്ത സംഭവമാണ് ഇപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയുന്നൊന്നും ഉണ്ടായിട്ടാട്ടോ. അപ്പോൾ ഇത് സാർ ഇങ്ങനെ വരക്കുന്നതാണ്. അപ്പോൾ അതേ പിക്ചർ ബോർഡിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം സാധനം നമ്മളും നമ്മുടെ ക്യാൻവാസിൽ പകർത്തണം കേട്ടോ. ആ ഒരു ചിത്രം പിക്ചർ വരക്കാനിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലവറും കൂടി വരക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നറിയില്ല, നല്ല ക്ലാസ്സാണ് കേട്ടോ സാറിൻ്റെത്. എല്ലാം നല്ലോണം മനസ്സിലാവും. പിന്നെ അതുമാത്രമല്ല, കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രയും ലളിതീകരിച്ചിട്ടായിരിക്കുമല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത് വേഗം ക്യാച്ച് ചെയ്യും. നമ്മ കുറച്ച് മെച്യൂരിറ്റി ആയ ആൾക്കാരാണല്ലോ. എന്നാലും നമ്മളെക്കാളും എത്രയോ അറിവ്, എൻ്റെ കാര്യമാണ് കേട്ടോ, അറിവ് കൊച്ചു കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ. അവർ പറയുന്ന കാര്യങ്ങളും അവരെ ആ ഒരു കാഴ്ചപ്പാടും എല്ലാം വളരെ നല്ല സംഭവമാണ്. ഇവരുടെ ഒന്നും പ്രായത്തിൽ നമ്മളൊന്നും എങ്ങനെ ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇതുണ്ടായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല എല്ലാത്തിനെ കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല നിലപാടുള്ള കുട്ടികളാണ്, ധൈര്യമുള്ള കുട്ടികളാണ്. പണ്ടത്തെ പോലെ അല്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ പിക്ചറും കാര്യങ്ങളൊക്കെ വരച്ചു. അപ്പോൾ ഏകദേശം നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ സാറിനൊരു ഉപഹാരമൊക്കെ കൊടുത്ത് നമ്മൾ ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അവസാനം കുട്ടികൾ വരച്ച ആ ഒരു പിക്ചറാണ് കേട്ടോ കാണിക്കുന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് സാറിന് ഉപഹാരം കൊടുത്ത് നമ്മളെല്ലാവരും ഒന്നിച്ചൊരു ഫോട്ടോസ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. എൻ്റെ ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടീച്ചറും കൂടി, നമ്മുടെ ടീച്ചർ ഇതാണ് കേട്ടോ. ടീച്ചർ കുട്ടികളോട് ഒന്നിച്ച് ഇതാക്കുന്നതാണ്. എനിക്കും പറ്റാത്തത് എന്നെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. എന്നൊരു കൊച്ചുകുട്ടീനെ പോലെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടാത്തത് അങ്ങനെയെല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ഡബിളെല്ലാം ഉണ്ടായിരുന്നു, അതിന് ഫുൾ കോളായിരുന്നു. പിന്നീട് എനിക്കതൊരു ബെറ്റർ ആക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.